പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ എല്ലാ പ്രതികൾക്കും ജാമ്യം. 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന കുറ്റങ്ങളാണ് 19 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ജയിലിൽ കഴിയേണ്ട സാഹചര്യമില്ലെന്നും വിദ്യാർത്ഥികളെന്ന പരിഗണന നൽകി ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ഇവരുടെ ആവശ്യം. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യണമെന്ന് ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ മാത്രമേ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുകയുള്ളൂവെന്നും ഹർജിക്കാർ വാദമുന്നയിച്ചിരുന്നു. അധ്യാപകരടക്കമുള്ള കേസിലെ സുപ്രധാന സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന വ്യവസ്ഥയോടെയാണ് കോടതി ജാമ്യം നൽകിയത്. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ പൂർത്തിയാക്കുന്നതുവരെ സംസ്ഥാനം വിടരുത്, പാസ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഏൽപ്പിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയവയാണ് ഉപാധികൾ. കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും സിദ്ധാർത്ഥന്റെ അമ്മ കോടതിയെ അറിയിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ അമ്മ ഷീബയുടെയും കേസ് അന്വേഷിക്കുന്ന CBIയുടെയും എതിർവാദങ്ങൾ തള്ളിയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. കൽപ്പറ്റ സെഷൻസ് കോടതി ജാമ്യഹർജി തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.